أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون صدق الله مولانا العظيم. ആദരണീയരായ പണ്ഡിതന്മാർ, നൂറുൽ ഉലമ KP ഉസ്താദ്, സിറാജുൽ ഉലമ കടക്കൽ ഉസ്താദ്, മറ്റ് എല്ലാ ധാരാളം ഉലമാക്കൾ, സാദാത്തുക്കൾ എല്ലാവരും നിറഞ്ഞ ഒരു വേദിയാണ്. ഇവിടെ വലിയ ഉലമാക്കളുടെ പലരുടെയും പ്രഭാഷണങ്ങളൊക്കെ കാത്തിരിക്കുകയും ചെയ്യുന്നൊരു സമയത്ത് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. മസ്ജിദിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂൻ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പണിത വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആദ്യമായി നബി തങ്ങൾ മദീനയിൽ പണിത മസ്ജിദാണ് മസ്ജിദ് ഖുബ. മറ്റൊരു കൂട്ടർ ബിദ്അത്തിന്റെ ആളുകൾ ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഉദ്ഘാടനം ചെയ്താൽ പിന്നെ ആളുകളൊക്കെ അവിടെ വരുമല്ലോ എന്ന് കരുതിയിട്ട്, അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ലാ തഖും ഫീഹി അബദാ, സ്ത്രീകൾ പോകുന്ന മസ്ജിദുകൾ അല്ല ആ തഖ്വയിൽ അധിഷ്ഠിതമായ മസ്ജിദ് എന്ന് പറയുന്നത്. ഫീഹി റിജാലുൻ, പുരുഷന്മാർ വരുന്ന മസ്ജിദാണത്. യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധീകരണം ഇഷ്ടപ്പെടുന്നവരും ആണ്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ആത്മശുദ്ധിയും ബാഹ്യശുദ്ധിയും. തഹാറത്ത്, നജസ്സുകളിൽ നിന്ന് വൃത്തിയാവുക, മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാവുക. എന്നാൽ മനസ്സ് ശുദ്ധിയാവുക എന്ന് പറഞ്ഞതാണ് കാമിലായ തഹാറത്ത് എന്ന് പറയുന്നത്. ബാഹ്യമായ ശുദ്ധി അത് മുഅ്മിനിന്റെ പ്രത്യേകതയാണ്. ഗുജറാത്തിൽ മർക്കസിനു കീഴിൽ ഒരു സ്കൂൾ ആരംഭിച്ചു 13 വർഷം മുമ്പ്. ഇപ്പൊ 13ാമത്തെ സ്കൂൾ ഈ വർഷം ഉദ്ഘാടനം ചെയ്തു. അവിടെ വലിയ വംശീയ ഹത്യകൾ നടന്ന് 2000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ട വലിയ സംഭവമുണ്ടായി. ഗുജറാത്ത് എന്ന് കേട്ടാൽ ആളുകൾക്ക് പേടി വരുന്ന ഒരു കാലത്താണ് ഗുജറാത്തിൽ മർക്കസ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി പോകുന്നത്. ഇന്ന് അൽഹംദുലില്ലാ ആ പ്രദേശങ്ങളിലെല്ലാം അമുസ്ലിംകൾ മുസ്ലിംകളെ തിരിച്ചറിയുകയും പരസ്പരം സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. 5-8 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ അവിടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ടീച്ചേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടിയ സമയത്ത് വയസ്സായ ഒരു ബ്രാഹ്മൺ സ്ത്രീ, ഒരു ടീച്ചർ പറയുകയാ, ഇവിടുത്തെ മുസ്ലിം സ്കൂളുകളിൽ ഒരിക്കലും ഞങ്ങളാരും പോകില്ല, ഞങ്ങളുടെ കുട്ടികളും പോകില്ല, ഞങ്ങൾ ജോലിക്കും പോകൂല. എൻ്റെ ജോലിയൊക്കെ അവസാനിച്ച് വീട്ടിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ടൊരു പരസ്യം കണ്ടപ്പോൾ വന്ന് എന്നെ ഇവിടെ ജോലിക്കെടുത്തു. അത് തന്നെ എനിക്ക് അത്ഭുതമായി. ഞാനിവിടെ ജോലിക്ക് വന്നത് എൻ്റെ വീട്ടുകാർക്കെല്ലാം വലിയ അത്ഭുതവും അതോടൊപ്പം വലിയ ഭീതിയും ആയി. എനിക്കിവിടെ വരുമ്പോൾ 2 ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, മുസ്ലിംകൾ തീവ്രവാദികളാണോ എന്ന്. അതിവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ഇടപെടലുകൾ കണ്ടപ്പോൾ മുസ്ലിങ്ങൾ വളരെ ശാന്തരും സമാധാനകാംക്ഷികളുമാണ്.
സ്നേഹിക്കുന്നവരാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഞാൻ ചിലപ്പോൾ സ്കൂളിലൊക്കെ വൈകിട്ട് വീട്ടിലേക്ക് പോകാൻ വൈകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ അപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കും. ഞാൻ പറയും, ഐ ആം മോർ സേഫർ അറ്റ് സ്കൂൾ ദാൻ അറ്റ് ഹോം. വീട്ടിലേതിനേക്കാളും ഞാൻ കൂടുതൽ സുരക്ഷിതമാണ് ഈ സ്കൂളിലെന്ന്. രണ്ടാമത് എനിക്കുണ്ടായ ഒരു ആശങ്ക ഈ സ്കൂളിലേക്ക് വരുമ്പോൾ മുസ്ലിംകൾ വൃത്തിയില്ലാത്തവരാണോ എന്നതായിരുന്നു. അതാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും, മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ ബോംബുണ്ടാകും എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുമ്പോ സാധുക്കളായ ആളുകൾ അത് കേട്ട് വിശ്വസിച്ചു പോകുമല്ലോ. അങ്ങനെ മുസ്ലിമിന് വൃത്തിയില്ല എന്നാണ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ ഈ സ്കൂളിൽ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടികളുടെയൊക്കെ നിലപാടുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ടോയ്ലറ്റ് പോയി വന്ന മൂത്രമൊഴിച്ചു വന്നാൽ പാൻസിൽ ഒരു തുള്ളി മൂത്രം തെറിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കഴുകാൻ വേണ്ടി പോകുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളൊക്കെ മൂത്രം കൊണ്ട് ആഘോഷിക്കുന്നവരാണ്. മൂത്രം മുറ്റത്ത് തെളിക്കുക, പാത്രം കഴുകുക, ഇതിനൊക്കെ മൂത്രം ഉപയോഗിക്കുന്ന ഒരാളുകളാണ്. അപ്പൊ മൂത്രം പോലും ഇത്ര അശുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്രയേറെ വൃത്തിയുണ്ടോ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സന്തോഷമുണ്ടായി. ഞാൻ വന്നതിന് ശേഷം ഇപ്പൊ ഇവിടുത്തെ 5-8 സ്ത്രീകള്, ഇവരൊക്കെ ബ്രാഹ്മണന്മാരും പട്ടേലർമാരും ഒക്കെയാണ്, ഇവർ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്കവിടെ ഒരു സമ്മേളനം ഉണ്ടായപ്പോ അവിടെ അമ്പലത്തിന്റെ വകയായുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ വേണ്ടി തന്നു. അമ്പലത്തിലാണ് നമുക്ക് പോകാൻ പറ്റാത്തത്. അമ്പലത്തിന്റെ വകയായുള്ള ഗസ്റ്റ് ഹൗസോ പ്രോപ്പർട്ടിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ലല്ലോ. ഞാൻ പറയുന്ന അവരുടെ മനസ്സിൽ മാറ്റങ്ങളുണ്ടായി. അപ്പൊ മുസ്ലിമിന് രക്തം, കഫം, മലം, മൂത്രം, ചലം, ഛർദിച്ചത്, മദ്യം, ഇങ്ങനെ എണ്ണി എണ്ണി പഠിക്കും 3-ാം ക്ലാസ്സിൽ തന്നെ. അങ്ങനെ ജീവിതത്തിൽ, ശരീരത്തിലും, വസ്ത്രത്തിലും, പാർപ്പിടത്തിലും എല്ലാം തന്നെ ഈ നജസ്സുകളെ തൊട്ട് ശുദ്ധിയാവുക എന്നത് മുഅ്മിനിന്റെ സ്വഭാവം ആണ്. എന്നാൽ ആ കാമിലായ ശുദ്ധി, ബാഹ്യമായ ശുദ്ധിയോടൊപ്പം തന്നെ ഹൃദയം, ലോകമാന്യം, അഹങ്കാരം, ഉൾനാട്യം, ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന്, അസൂയ പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെയും ശുദ്ധിയാക്കുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. അവരാണ് മസ്ജിദിൽ വരുന്നത്. മസ്ജിദിൽ വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം മനുഷ്യന്റെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ മോശമായ കാര്യങ്ങളെയും, മ്ലേച്ഛത്തരങ്ങളെയും, നെഗറ്റീവ് എനർജികളെയും ഇല്ലാതാക്കുന്നു. മനുഷ്യന്റെ ആരോഗ്യത്തിന്റെയും മനസ്സിനെയും അത് ശുദ്ധീകരിക്കുന്നു. പിന്നെ മസ്ജിദ് 2 നിലയുടെ ഉയരമുണ്ട് ഉള്ളിൽ. അതെന്തിനാ? മസ്ജിദിലേക്ക് കടക്കുമ്പോൾ തന്നെ മനുഷ്യന് തോന്നണം ഞാൻ വളരെ ചെറുതാണ് എന്ന്. ഇമാം മുഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹുവിനോട് ഡമാസ്കസിലെ ജനങ്ങൾ ഫത്വ ചോദിച്ചു, പള്ളികൾ ഉയർത്തിയുണ്ടാക്കാൻ പാടുണ്ടോ എന്ന്. അപ്പൊ നബി ഇമാം ഫത്വ കൊടുത്തു, അദിനല്ലാഹു അൻ തുർഫഅ, മസ്ജിദുകൾ ഉയർത്തിയുണ്ടാക്കണം. നിങ്ങളുടെ വീടുകളും മറ്റുമെല്ലാം വളരെ മോടി പിടിപ്പിച്ച് വളരെ ഉഷാറായി നടക്കുമ്പോ മസ്ജിദ് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിസ്കീനായി നിൽക്കാൻ പാടില്ല. മസ്ജിദാണ് ഏറ്റവും പ്രൗഢിയുള്ള കെട്ടിടം ആകേണ്ടത്. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു, ആ ദിക്ർ ചെയ്യപ്പെടണം. ഒന്നാമതായി വാങ്ക് കൊടുക്കുകയാണ്. വാങ്ക് മസ്ജിദിന്റെ ഉള്ളിൽ നിന്നല്ല, മിഹ്റാബിൽ വെച്ചല്ല വാങ്ക് കൊടുക്കേണ്ടത്. പള്ളിയുടെ ഉള്ളിൽ നിന്നുമല്ല, പള്ളിയുടെ മുകളിൽ കയറിയാണ് വാങ്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പുറത്തുള്ള റൂമിൽ വെച്ചാണ് വാങ്ക് കൊടുക്കേണ്ടത്. ഇഖാമത്താണ് മസ്ജിദിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കേണ്ടത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഖതീബിന്റെ മുന്നിൽ വെച്ച് കൊടുക്കുന്ന വാങ്ക് എന്ന് പറഞ്ഞ വാങ്ക് ഉള്ളിൽ നിന്ന് കൊടുക്കണോ പുറത്തുനിന്ന് കൊടുക്കണോ എന്ന് മാത്രമാണ് ഉലമാ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ബറേലിയിലും ബദായൂനിലും
മാർച്ചിൽ തന്നെ വലിയ കനപ്പെട്ട ഒരു ഗ്രന്ഥം ഇമാം റസാ ഖാൻ തങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ ഹനഫി മദ്ഹബുകാരാണ്. ഷാഫിഈ മദ്ഹബിലും മസ്ജിദിന്റെ ഉള്ളിൽ നിന്നല്ല വാങ്ക് കൊടുക്കുക, അത് മൈക്ക് ഒന്ന് മാത്രമായപ്പോ ഇമാമിനും മൈക്ക് വേണം, മുക്രിക്കും വേണം, അങ്ങനെ അറിയാതെ വാങ്ക് ഉള്ളിലേക്ക് വന്നതാ. പണ്ടൊക്കെ കൊടുത്തിരുന്നത് മുക്രിയുടെ റൂമിൽ വെച്ചോ അല്ലെങ്കിൽ പള്ളിയുടെ മുകളിൽ വെച്ചോ ആണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. വാങ്ക് കൊടുക്കലാണ് ഏറ്റവും വലിയൊരു ദിക്ർ. പിന്നെ ഖുർആൻ പാരായണമാണ്, നിസ്കാരമാണ്. അഖിമിസ് സ്വലാത്ത ലിദിക്രി. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെയുള്ള ദിക്റുകളെല്ലാം മസ്ജിദിൽ വെച്ച് ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്തുകൾ അങ്ങനത്തെ എല്ലാ അമലുകൾക്കും വേണ്ട സ്ഥലം മസ്ജിദ് തന്നെയാ. അതുകൊണ്ട് പരമാവധി നമ്മുടെ ദീനിയായ അമലുകള്, ഏർപ്പാടുകള്, ക്ലാസുകള്, പ്രഭാഷണങ്ങൾ എല്ലാം മസ്ജിദിനകത്ത് തന്നെയാക്കാൻ ശ്രമിക്കണം. ഇതുപോലുള്ള വലിയ സദസ്സുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് പുറത്ത് കെട്ടേണ്ടി വരും എന്നല്ലാത്ത സാധാരണ നടന്നു വരുന്ന പരമാവധി പരിപാടികൾ മസ്ജിദിന്റെ ഉള്ളിലാക്കണം. അതിലൊരുപാട് ഗുണമുണ്ട്. ഒന്ന്, എഴുത്തിക്കാഫിന്റെ നീയത്ത് കിട്ടും, നിലത്തിരിക്കുന്ന പുണ്യം കിട്ടും. മസ്ജിദിൽ തന്നെയുള്ള മൈക്കും സൗണ്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ആളുകളുടെ കാതൊന്നും പൊട്ടിപ്പോകൂല, ഹാർട്ട് അറ്റാക്ക് ആയി പോകൂല. അമിതമായ ലൈറ്റിന്റെയും ആവശ്യമില്ല, അവളുള്ള ലൈറ്റ് ഉപയോഗിച്ചാലും മതി. ഒരുപാട് കൂലി ആ പരിപാടി കഴിഞ്ഞു പോകുമ്പോഴേക്ക് കിട്ടുകയും ചെയ്യും. മസ്ജിദുകൾ അതിനെല്ലാം ഉള്ളതാണ്. ധാരാളമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയം കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ മസ്ജിദ് മർഹൂമ അസ്മാ ബീവി, അസുമ എന്ന് ഇംഗ്ലീഷിൽ എഴുതി, അറബിയിൽ എഴുതിയ കറക്റ്റാ അസ്മാ. അസുമാൻ എഴുതിയത് പണ്ട് സ്കൂളിൽ ചേർക്കുമ്പോൾ എഴുതിയ സ്പെല്ലിങ്ങിൽ അങ്ങനെ വന്നതുകൊണ്ട് മാഷുമാര് പല കോലത്തിലും എഴുതിപ്പോകും. അപ്പൊ വായിക്കേണ്ടത് അസ്മാ. അസ്മാ എന്ന് പറയുന്ന ഉമ്മയുടെ പേരിൽ അബ്ദുൽ ഖാദിർ സ്വാഹിബ് ഉണ്ടാക്കിയ മസ്ജിദാണ്. അള്ളാഹു രണ്ടുപേർക്കും അതിന്റെ പ്രതിഫലം നൽകട്ടെ. മഹദിയുടെ പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. അസ്മാ എന്ന് പറയുന്ന വലിയ ഏറ്റവും മനോഹരമായൊരു നാമമാണത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, ദാത്തുൻ നിതാഖൈൻ എന്ന് പറഞ്ഞ പ്രത്യേകമായ നാമം നൽകപ്പെട്ട സഹാബിയത്തായ ഏറ്റവും വലിയ മഹദിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ പേരിലാണ് അബ്ദുൽ ഖാദിർ ഹാജിയുടെ ഉമ്മയുടെ പേരും. അള്ളാഹു ആ മദീഹയുടെ ബർക്കത്ത് കൊണ്ട് ഈ മസ്ജിദിന്റെ പ്രതിഫലം ചേർത്ത് ഈ മഹദിയെയും അവരുടെ കുടുംബത്തിൽ ദിവംഗതരായ ആളുകളെയും ഹാജി സാഹിബിനെയും എല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളെയും എല്ലാം നമ്മയെല്ലാം അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. പണമുണ്ടായത് കൊണ്ട് കാര്യം ഇല്ല. ചിലര് വലിയ മസ്ജിദൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ വിചാരിക്കും അയാൾ വലിയ പണക്കാരനാണ്. 2.5 കോടിന്റെ മസ്ജിദ് ഉണ്ടാക്കിയാൽ ഇയാളെടുത്ത് 100 കോടി ഉണ്ടാകും എന്ന് വിചാരിക്കും. ഉണ്ടാവട്ടെ. ചിലപ്പോ 2.5 കോടി കഴിഞ്ഞാൽ പിന്നെ 25,000 മാത്രമേ ബാക്കി ഉണ്ടാകൂ. കയ്യിലുള്ളത് മുഴുവനും എടുത്തിട്ട് അങ്ങനെ സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ട്. വയനാട്ടിൽ മർക്കസിന് ഒരു സ്ഥാപനം ഉണ്ട്, മദീന അക്കാഡമിയ. 10 ഏക്കർ സ്ഥലമുണ്ട്. മഹാനായ CM വലിയുല്ലാഹി റഫഅല്ലാഹു ദർജതഹു അവരുടെ അരുമ ശിഷ്യൻ, വലിയ മുഹിബ്ബാണ്. അവിടെ അഹമ്മദ് ഹാജി എന്ന് പറയുന്ന, അഹമ്മദ് കോയ ഹാജി എന്ന് പറയുന്ന ഒരാള്, ആജിയാര് എന്ന് പറയും. മൂപ്പരുടെ ആ സ്ഥലം 10 ഏക്കർ ഒന്നായിട്ട് മടവൂര് മൂപ്പർക്ക് കൊണ്ടുപോയി കൊടുത്തു. മടവൂർ അവർ പറഞ്ഞു, ഇത് ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുക്കുക, മർക്കസിനെ ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ആ 10 ഏക്കറയുടെ മൂലയിൽ ഒരു 10 സെന്റ് മാറ്റി വെച്ച് അതിൽ ചെറിയൊരു വീടുണ്ടാക്കി അദ്ദേഹം അവിടെ താമസിച്ചു. ബാക്കി മുഴുവനും ദാനം ചെയ്തു. ഇന്നവിടെ വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാനുള്ള സ്ഥാപനം. ഇന്ന് നമുക്കിവിടെ എല്ലാം പെൺകുട്ടികൾക്കുള്ള സ്ഥാപനങ്ങളുണ്ട്. ഖാദിസിയയുടെ കീഴിലുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മന്നാനിയയിൽ നേരത്തെ ഉസ്താദ് ഇവിടെ നിന്ന് പറയുകയുണ്ടായി. പെൺകുട്ടികൾക്ക് പഠിക്കാൻ ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് ആവശ്യമാണ്. കാരണം അവരൊക്കെ കൂടുതൽ ഇൽമ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടു വരുന്നുണ്ട്.
എന്നാൽ ഭൗതിക പഠനങ്ങളിലേക്ക് പെൺകുട്ടികൾ വല്ലാതെ പോയിട്ട് എന്താണ് മകള് പഠിക്കുന്നത്? മകള് ഡാറ്റ സയൻസ് ആണ് പഠിക്കുന്നത്. നിന്റെ മകൾ എന്താ പഠിക്കുന്നത്? അവള് ഫൈനാൻസില് PG ചെയ്യുകയാ. എന്നിട്ടോ അവൾക്ക് ജോലി ഓസ്ട്രേലിയൻ കിട്ടും, ഭർത്താവിന് ജോലി ലണ്ടനിലും കിട്ടും. എന്നിട്ട് പറയും മക്കളുണ്ടായിട്ടില്ല ഉസ്താദെ ദ്വാരക്കണം. ഭാര്യ ഓസ്ട്രേലിയയിലും ഭർത്താവ് ലണ്ടനിലും ആയ മക്കളുണ്ടാവുമോ? അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. ദീൻ പഠിക്കാൻ, ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ, ഫിഖ്ഹ് കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസമാണ് പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതോടൊപ്പം അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന അധ്യാപനം, വൈദ്യം, അതുപോലെ ഡിസൈനിങ്, റൂമിലിരുന്ന് ചെയ്യാം, ഹിജാബ് നഷ്ടപ്പെടുത്താതെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങൾ എത്രയും പഠിക്കാൻ പെണ്ണിന്. പക്ഷെ ഹിജാബോടുകൂടിയും ദീനിയായ ചിട്ടവട്ടത്തോടുകൂടിയാകണം. +2 റിസൾട്ട് വന്നപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് കുട്ടികളെ ചേർക്കുക? പെൺകുട്ടികൾ എവിടെ ചേർക്കുക? 10ാം ക്ലാസ് കഴിഞ്ഞവരെ എവിടെ ചേർക്കുക? മർക്കസിന്റെ കീഴിൽ ഹാദിയ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെന്റ് ഉണ്ട്. നോളജ് സിറ്റിയിൽ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്ന നീറ്റ് കോച്ചിങ്ങും JEE കോച്ചിങ്ങും അതുപോലെ LLBക്ക് കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള +2 പഠനം ഉണ്ട്. സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞവർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് പഠനമുണ്ട്, ടെക്നോളജിക്കൽ പഠനമുണ്ട്. അതിലൊക്കെ ആൺകുട്ടികൾക്ക് പ്രത്യേകമായ സൗകര്യവും പെൺകുട്ടികൾക്ക് വേറെ സൗകര്യവുമുണ്ട്. അവിടെയൊക്കെ ദീനിന്റെ പഠനം അതിൻ്റെ കൂടെ അവർക്ക് ലഭിക്കും. BBA MBA പഠനമുണ്ട്. അതെല്ലാ MBA കോളേജിലും പഠിപ്പിക്കുന്നത് പോലെയല്ല, മറിച്ച് വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. 6 മാസം പഠിക്കും, 6 മാസം ജോലിക്ക് പോകും, ജോലി ചെയ്തു പഠിക്കും, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നീന്തം പഠിക്കും, പുസ്തകത്തിൽ നിന്ന് നീന്തം പഠിക്കുന്ന പരിപാടിയല്ല. MBA എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറിയിലാണ് പോവുക 6 മാസം. അത് വെച്ചിട്ടാണ് പിന്നെ അടുത്ത 3 മാസത്തെ ക്ലാസ്. അങ്ങനെ വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിച്ചിട്ടുള്ള എയ്മർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നോളജ് സിറ്റിയിലുണ്ട്. അതുപോലെ കുട്ടികൾക്ക് LED ബൾബ് മുതൽ എയർ കണ്ടീഷൻ വരെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന, ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന, ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കോഴ്സുകൾ അങ്ങനെയെല്ലാം ചേർന്നിട്ടുള്ളതാണ് നോളജ് സിറ്റി. സാന്ദർഭികമായി വിഷയം കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈ മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ കേൾക്കാത്തവർ ധാരാളം ഉണ്ടാകും. അതുപോലെ ഈ മസ്ജിദ്, വലിയൊരു മസ്ജിദ് ഈ ഗ്രാമത്തിലുണ്ടായി. 40ഓളം മഹല്ലുകളിൽ 40 ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് പെരിങ്ങാട് ഉസ്താദ് അവർകൾ ഉണർത്തുകയുണ്ടായി. അങ്ങനെ മഹല്ലുകളുടെ ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ മസ്ജിദുകൾ മാറണം. നോളജ് സിറ്റിയിലെ മസ്ജിദ് ജാമിഉൽ ഫുതൂഹ്, ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫഅലായിട്ടുള്ള മസ്ജിദാണ്. ഈ നോമ്പിന് 2000 ആളുകളാണ് ഓരോ ദിവസവും നോമ്പ് തുറക്കാൻ. 17ാം രാവിന് 25,000 ആള്. ഏരൂർ ഉസ്താദിന് ഞാൻ എല്ലാ കൊല്ലം ദിവസം അതിനേക്കാളും വലിയ പരിപാടി മൂപ്പരുടെ സ്ഥലത്തുണ്ടാകും. റബീഉൽ അവ്വൽ വിളിക്കും, അന്നും അവിടെ വലിയ പരിപാടി ഉണ്ടാവും. എന്നാൽ അതൊന്നും അല്ലാത്തൊരു ദിവസം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രായം ചെന്ന വലിയ ഉസ്താദ്മാരെല്ലാവരും വരണം. മാസത്തിൽ 4ാമത്തെ വെള്ളിയാഴ്ച, നമ്മുടെ മാസമാണ് ശവ്വാൽ, ദുൽഖിഅദ, ദുൽഹിജ്ജ. ഇംഗ്ലീഷ് മാസമല്ല, അത് നമ്മുടെ മാസമല്ല. അറബി മാസങ്ങളിലെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ് അൽ ഹദറത്തുൽ ഖാദിരിയ അവിടെ വെച്ച് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വരാം എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്ന് ഹിഫ്ള് മദ്രസയിൽ നിന്ന് പാസ്സായ കുട്ടികൾക്ക് സനദ് കൊടുത്തു. അതുപോലെ ശരീഅ മദ്രസയിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ആലിം സനദും കൊടുത്തു. സനദ് ദാന പ്രസംഗം എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ ഉസ്താദുമാരുടെയൊക്കെ പൊരുത്തത്തോടു കൂടി 2 വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഹിഫ്ളിന്റെ സനദ് എന്ന് പറയുന്നത് ഖുർആൻ ഹിഫ്ള് ചെയ്ത ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുത്തു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മനഃപ്പാഠമാക്കി. ഓതിക്കൊടുക്കുമ്പോൾ തന്നെ തങ്ങൾ സ്പീഡിൽ ഇങ്ങനെ ഓതും. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. തങ്ങൾ അങ്ങനെ സ്പീഡായിട്ട് ഓതേണ്ട കാര്യം ഇല്ല.
ഫൈദാ ഖറഅനാഹു ഇന്ന അലൈനാ ജംഅഹു വഖുർആന, അത് ഹൃദയത്തിലാക്കി തരുന്നത് അത് ഞാൻ ഏറ്റിട്ടുണ്ട്. വഖുർആന, പിന്നെ തങ്ങൾ ഓതിക്കോളും. അങ്ങനെ തങ്ങൾക്കത് ജിബ്രീൽ അലൈഹിസ്സലാം ഓതുമ്പോഴേക്ക് തങ്ങൾക്ക് ഹിഫ്ളാകും. തങ്ങളത് പിന്നെ ഓതും. വർഷത്തിലൊരിക്കൽ റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങൾക്ക് ഇങ്ങോട്ട് ഓതിക്കൊടുക്കും. നബി തങ്ങൾ അത് കേൾക്കും. നബി തങ്ങൾ അങ്ങോട്ട് ഓതിക്കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം അത് കേൾക്കും. അങ്ങനെ റമളാൻ എന്ന് പറയുന്നത് ഖുർആൻ ഹയാത്താക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ടാണ് ഹാഫിദുകളായ കുട്ടികൾക്ക് റമളാൻ മാസത്തിൽ വേറെ ഒരു പരിപാടിയും പാടില്ല. അവരെന്തായാലും ഏതെങ്കിലും മസ്ജിദിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഖത്മ തീർത്തുകൊണ്ട് ഖുർആൻ ഓതണം. അങ്ങനെയാണ് ആ ഖുർആൻ ഓരോ വർഷവും പുതുക്കിയെടുക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കേട്ടുപഠിച്ചു. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് താബിഈകൾ പഠിച്ചു. അങ്ങനെ ഖുർആകൾ വഴി മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത്, ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിറാഅത്ത് ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത അതാണ് നമ്മുടെ നാടുകളിൽ വ്യാപകമായി വന്നിട്ടുള്ള സനദ്. അത് കണ്ണി മുറിയാതെ ഉസ്താദുമാർ വഴി വന്ന് ഇവിടെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ്, അതാണ് അതിന്റെ സനദ് എന്ന് പറയുന്നത്. ആ ഉസ്താദിന്റെ അടുത്ത് ആദ്യം മുതൽ അവസാനം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ, കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് സനദ്. ആ സനദിനുള്ള ഇജാസത്തും ഷഹാദത്തുമാണ് ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഒരു കുട്ടി മാത്രം ഇരുന്ന് വീട്ടിൽ നിന്ന് അങ്ങ് പഠിച്ചു, അല്ലെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തു, വേറെ എവിടെ നിന്നും കണക്ഷനൊന്നുമില്ല എങ്കിൽ അതിന് സനദ് എന്ന് പറയില്ല. എങ്കിലും ഇജാസത്ത് വാങ്ങ വേറൊരാളെ കൊണ്ടുപോയി കേൾപ്പിച്ചിട്ട്. അങ്ങനെ സനദ് എന്ന് പറയുന്നത് അതാണ്. ഹിഫ്ദുൽ ഖുർആൻ മദ്രസ പണ്ട് എവിടെയോ ഒരു സ്ഥലത്ത് കോളേജിന് അബദ്ധത്തിൽ ഇട്ടുപോയതാണ്. അത് അവര് മായ്ച്ചു കളഞ്ഞിട്ട് വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും എല്ലാവരും കോളേജ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹിഫ്ദുൽ ഖുർആൻ മദ്രസ. കോളേജ് എന്ന് വെച്ചാൽ പിന്നെ പഞ്ചായത്തുകാർ ടാക്സ് ഇടാനൊക്കെ വരും. കോളേജ് എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിനാണ്, വലിയ സ്ഥാപനത്തിന്. അപ്പൊ ഹിഫ്ദുൽ ഖുർആൻ മദ്രസ അല്ലെങ്കിൽ മർക്കസ് തഫ്യീദുൽ ഖുർആൻ. അതുപോലെ ശരീഅത്ത് പഠിച്ച കുട്ടികൾക്ക് ആലിം ബിരുദമാണ് ഇവിടെ നിന്ന് കൊടുത്തത്. ആലിം ബിരുദം എന്ന് പറഞ്ഞാല് അത് തമിഴ്നാട്ടുകാരുണ്ടാക്കിയ ഒരു സനദിന്റെ പേരാണത്. പേരുള്ള ആലിം സർട്ടിഫിക്കറ്റ് ഉള്ള മൗലവിയാകുന്നു ഇത് എന്നാണ് അർത്ഥം. അപ്പൊ ശറഹുൽ അഖായിദയും ജംഉൽ ജവാമിഉം അതുപോലെയുള്ള കിതാബുകളെല്ലാം ഓതി, മഹല്ലി 4 ജുസ് ഒക്കെ ഓതി, അങ്ങനത്തെ ആളുകൾക്കാണ് ആലിം എന്ന് പറയുന്ന ഡിഗ്രി കൊടുക്കുന്നത്. അതിനുശേഷം ബുഖാരിയും മുസ്ലിമും സിഹാഹുസിത്ത മുഴുവനും ഓതി, തുഹഫത്തുൽ മുഹ്താജിന്റെ 2 ജുസ് എങ്കിലും അല്ലെങ്കിൽ മുഖ്താറായ കുറെ ഭാഗങ്ങൾ ഓതി, വലിയ മന്തിഖിന്റെ കിതാബൊക്കെ ഓതിയിട്ട് നല്ല കഴിവാർജിച്ച ആളുകളാകുമ്പോൾ അവർക്ക് ഫാദിൽ എന്ന് പറഞ്ഞ ഡിഗ്രിയും കൊടുക്കും. പിന്നെ 1 വർഷമോ 2 വർഷം ഓതിയാൽ അവർക്ക് ഖിൽ എന്ന് പറഞ്ഞ ഡിഗ്രി കൊടുക്കും. ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലും മറ്റൊക്കെ വരുന്ന ഡിഗ്രിയാണ്. മെഡിസിന്റെ ഡിഗ്രി ലോകത്ത് ആദ്യം കൊടുത്തിരുന്നത് ഫാദിലെ തിബ്ബ് എന്ന് പറഞ്ഞിട്ടാ. ലോകത്താദ്യമായി വെറ്റിനറിയുടെയും മെഡിക്കൽ സയൻസിന്റെയും ഡിഗ്രി കൊടുത്തത് മൊറോക്കോയിലെ ഫാസ് ജുമാ മസ്ജിദിലാണ്. ഖറവിയിൻ ജുമാ മസ്ജിദ് ഫാസിലുള്ള ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അതാണ് ലോകത്ത് ആദ്യത്തെ മെഡിസിന്റെ ഡിഗ്രി. വെറ്റിനറി ഡോക്ടർ ഡിഗ്രിയും അതാ. അതിൽ ഫാദിലെ തുബ്ബോ കാമിലെ തുബ്ബ്. ഫാദിലെ തുബ്ബ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി, കാമിലെ തുബ്ബ് എന്ന് പറഞ്ഞാൽ PG. പിന്നെ കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പിന്നെ BMBUS അതുപോലെ തന്നെ MDയും മറ്റൊക്കെ ഉണ്ടായത്. MBBS എന്ന് പറഞ്ഞൊരു ഡിഗ്രി ഉണ്ട് അല്ലേ? ശരിക്കും BMBS എന്നാണ് പറയേണ്ടത്. അതും തെറ്റിപ്പോയതാ. ബാച്ചുലർ ഓഫ് യുനാനി മെഡിസിൻ ആൻഡ് സർജറി, അതാണ് BUMS. ബാച്ചുലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി BAMS. അതുപോലെ ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി BMBS. അതുപോലും തെറ്റിപ്പോയി. MBBS ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോലുണ്ടല്ലോ. വലത്തെ പല്ലിന് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഇടത്തെ പല്ല് പറയ്ക്കുന്ന ചില ഡോക്ടർമാരുണ്ട്. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കത്രിക പള്ളിയിൽ വെച്ച് തുന്നിപ്പോകുന്ന ഏർപ്പാടുണ്ട്. ഡിഗ്രി തന്നെ BMBS എന്ന് പറഞ്ഞാൽ MBBS എന്ന് എഴുതിയാൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക. അപ്പൊ ഈ ഡിഗ്രിയൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ലോകത്ത് വന്നിട്ടുള്ളത്. 1000 വർഷങ്ങൾക്ക് മുമ്പ്
അബുൽ ഖാസിം സഹ്റാവി സ്പെയിനിൽ കുടലിന്റെ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഇബ്നു സീന ബഗ്ദാദിൽ വെച്ച് തലയോട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അവരണച്ചുണ്ടാക്കിയ കത്തികളും ഉളികളും നൂലും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ ഓപ്പറേഷൻ നടത്തിയത്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിലായിരുന്നു 4 ദിവസം മുമ്പ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മാവറ അൻ-നഹർ എന്നാണ് ആ രാജ്യത്തിന്റെ പഴയ പേര്. ഉലമാഇന്റെ നാടാണ്. ഇമാം ബുഖാരി, ഇമാം തിർമിദി, ഇമാം ഷാഷി, ഇമാം മിർഗനാനി അങ്ങനെ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് ഇമാമിങ്ങളുടെ നാടാണ്. അതുപോലെ തന്നെ അൽ ഖവാരിസ്മി എന്ന് പറയുന്ന അൽഗുരിതം എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ സിസ്റ്റം ഉണ്ടാക്കിയ ഖവാരിസ്മിയുടെ നാടാണ് ഖിവ എന്ന് പറയുന്നത്. ഇന്ന് കുട്ടികൾക്കൊക്കെ അറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുമ്പോൾ അതിന്റെ ബേസ് അൽഗുരിതമാണ്. ദുബായിലേക്ക് അടുത്ത 30-ാം തീയതി പോകണം. ടിക്കറ്റ് എത്ര? 22,000. ഒന്നുകൂടെ പരിശോധിച്ച് 23,000. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കി 24,000. ഇതിങ്ങനെ കയറി പോവുകയാ. എന്താ കാരണം? അൽഗുരിതം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ തന്നെ സ്വയം അറിയും എത്ര ആള് പരിശോധിക്കുന്നുണ്ട്, കുറെ ആള് നോക്കുന്നുണ്ട്, അപ്പൊ ഡിമാൻഡ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ടേയിരിക്കും. ആരും പോകാനില്ലാത്ത ദിവസം 6,000 രൂപ ദുബായിലേക്ക് ടിക്കറ്റ്. ഇതിനൊന്നും ഇപ്പൊ ആളാവശ്യമില്ല. ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കും, നിർമ്മിത ബുദ്ധി. അത് ദക്കാഉൽ ഇസ്തിനാഇ എന്ന് പറയും. ഇത് ഇന്ന് നടക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ ഗവേഷണം നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ മാത്തമാറ്റിക്സ് അൽ ഖവാരിസ്മി എന്ന് പറയുന്ന ഇമാം ഉണ്ടാക്കിയതാണ്. അൽ ഖവാരിസം, അൽ ഖോരിതം, അതാണ് അൽഗരിതം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നാട് ഉസ്ബെക്കിസ്ഥാനാണ്. അതുപോലെ തന്നെ അൽ ബീറൂനി തന്നെയല്ലേ, ഭൂമിയുടെ ചുറ്റളവ് 1000 വർഷം മുമ്പ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച ആളാണ്. അങ്ങനത്തെ വലിയ മജീഷ്യന്മാർ, മാത്തമാറ്റീഷ്യന്മാർ. അമീർ തൈമൂറിന്റെ ഗ്രാൻഡ് സൺ ആണ് ഉലുഗ് ബേഗ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹം ഉണ്ടാക്കിയ വലിയ യൂണിവേഴ്സിറ്റി അവിടെയുണ്ട്. മദ്രസ എന്നാണ് യൂണിവേഴ്സിറ്റിക്ക് അക്കാലത്ത് പറയുക. ഒബ്സർവേറ്ററി ഉണ്ട് വാന നിരീക്ഷണം നടത്താൻ വേണ്ടി. അതുപോലെ ധാരാളം പണ്ഡിതന്മാർ ജീവിച്ചുപോയ ഒരു നാടാണ് മാവറ അൻ-നഹർ. അപ്പോ ആ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന, അവിടെയാണ് ഇബ്നു സീന എന്ന് പറയുന്ന ആളുടെ ജന്മനാട് അഫ്ഷോന. അവിടെ ചെന്നാൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ കോളേജ് ഉണ്ട്. അവിടെ ഈ ആയുധങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അത് പഠിപ്പിക്കുന്ന കോഴ്സാണ് യുനാനി മെഡിക്കൽ സയൻസ്, BUMS. ഈ BUMS എന്റെ പുതിയ പേരാണ് MBBS. അതിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അണുക്കളെയും വൈറസുകളെയൊക്കെ കണ്ടെത്തി മരുന്നുകളെ മോളിക്യൂളുകളാക്കി മാറ്റി അവ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നതിനാണ് ഇംഗ്ലീഷ് വൈദ്യം എന്ന് പറയും. ഇംഗ്ലീഷ് അതിലൊറ്റൊന്നുമില്ല. ഇംഗ്ലീഷ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്താണ്? ഓർത്തോ, പീഡിയാട്രിക്, ഗൈനക്കോളജി, എസ്റ്റോക്ടമി, ഇങ്ങനെ പറഞ്ഞ എല്ലാ വാക്കുകളും യുനാനി ഭാഷയാ. ഇംഗ്ലീഷ് ഭാഷ അവർക്ക് ഇല്ല. അവർ ഇംഗ്ലീഷുകാർ വന്നപ്പോഴാണ് അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് വൈദ്യം എന്ന് പറയുന്നതാ. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ റഷ്യയിലും ചൈനയിലും മറ്റൊക്കെ പോയി പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഒരു അക്ഷരവും ഇല്ലാതെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ യുനാനി മെഡിക്കൽ സിസ്റ്റം, അതുപോലെ നാച്ചുറോപ്പതി മെഡിക്കൽ സിസ്റ്റം ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ ഈ സനദുകൾ, മെഡിക്കൽ സനദ് ലോകത്ത് ആദ്യമായി കൊടുത്തത് ജുമാ മസ്ജിദിൽ നിന്നാണ്. അൽ ഖറവിയീൻ എന്ന് പറഞ്ഞ ജുമാ മസ്ജിദിൽ നിന്നാണ് വൈദ്യപഠനം തുടങ്ങിയത്. ഇന്നലെ ഇവിടെ മദനീയം മജ്ലിസ് നടക്കുമെന്ന് കേട്ടിരുന്നു, നടന്നിട്ടുണ്ടാവും. ആ മദനീയം മജ്ലിസിൽ കുടുംബാംഗമായിരുന്ന സുഹൈല എന്ന സഹോദരി കഴിഞ്ഞയാഴ്ച ഉംറയ്ക്ക് പോയി ഹറമിൽ വെച്ച് മരിച്ച വിവരം അബ്ദുൽ ലത്തീഫ് സഖാഫി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഓർത്താലും മതിവരാത്ത മരണം, നമ്മളെല്ലാവരും മരിക്കാൻ കൊതിക്കുന്ന മരണം. 25-26 വയസ്സുള്ള സുഹൈല, ഷറഫുദ്ദീൻ സഖാഫി എന്ന പണ്ഡിത സുഹൃത്തിന്റെ ഭാര്യ, 6 വയസ്സും 4 വയസ്സുമുള്ള 2 മക്കളുടെ ഉമ്മ,
ആ ഉമ്മ മദീനയും മജ്ലിസിൽ സ്വലാത്ത് കണ്ടമാനം ചൊല്ലിക്കൂട്ടിയ ഉമ്മയാണ്. ആ ഉമ്മ പോകാൻ നേരത്ത് ഉസ്താദുമാരോടൊക്കെ പൊരുത്തം ചോദിച്ച് ഉംറയ്ക്ക് പോയി. 2 ഉംറ കഴിഞ്ഞു. 3ാമത്തെ ഉംറയ്ക്ക് പോകാൻ നേരം 2 മക്കളെയും അടുത്ത് വിളിച്ചു. മൂത്ത മകളോട് പറഞ്ഞു, മോളെ, ഇനി സ്വന്തമായി നീ കുളിക്കാനും കഴുകാനും ഒക്കെ പഠിക്കണം. നിന്റെ അനുജൻ ഇവനെ നീ നോക്കണം. ഇവനെ നീ വേണം ഇനി കുളിപ്പിക്കാൻ. ഇവനെ നീയാണ് ഇനി പഠിപ്പിക്കേണ്ടത്. ഉമ്മ ചിലപ്പോൾ ഇനി തിരിച്ചു വന്നു കൊള്ളണമെന്നില്ല. ഒരു അസുഖവുമില്ലാത്ത ചെറുപ്പക്കാരി സഹോദരി അല്ലാഹുവിന്റെ റസൂലിനെ സ്വലാത്ത് ചൊല്ലി മഹബ്ബത്ത് ഖൽബ് കൊണ്ട് മഹബ്ബത്ത് വെച്ച സഹോദരി ഉംറയ്ക്ക് പോയി. ആ ഭർത്താവ് പറയുന്ന ഭർത്താവ് കൂടെയുണ്ട്. ഭർത്താവ് പറഞ്ഞു, ഉംറ കഴിഞ്ഞു. സ്വാഭാവികമായും ഹജറുൽ അസ്വദ് മുത്തണമെന്ന് കരുതി. തിരക്കിന്റെ ഇടയിൽ അവർക്ക് സൗകര്യം ലഭിച്ചു. അവർ ഹജറുൽ അസ്വദ് മുത്തി. ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലി 2 പ്രാവശ്യം മുത്തുനബി തങ്ങൾ സ്വപ്നം കണ്ട ഉമ്മ, ആ സഹോദരി അങ്ങനെ ഉംറ കഴിഞ്ഞു. ഹജറുൽ അസ്വദ് മുത്തി. മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ 2 റക്അത്ത് നിസ്കരിച്ചു. കൂടെയുള്ള സഹോദരിമാരെയെല്ലാം കൂട്ടി കഅബയുടെ നേരെ കൈയും കണ്ണും നീട്ടി ഒഴുകുന്ന കണ്ണുകളോടെ ദുആയിരുന്നു. കാമിലായ ഈമാനിന് വേണ്ടി, പാരിത്രിക വിജയത്തിന് വേണ്ടി, എല്ലാവിധ ആത്മീയ മഹബ്ബത്തിന് വേണ്ടിയും ദുആയിരക്കുന്നു. എല്ലാവരും കണ്ണു നനഞ്ഞ് ആമീൻ പറയുന്നു. ആ സഹോദരി പരിശുദ്ധ മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ, പരിശുദ്ധ ഹറം ഷരീഫിൽ, മത്താഫിൽ ദുആയിരക്കുന്ന കൈയോടെ ആ സഹോദരി മരിച്ചു വീഴുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്. ആ സഹോദരി സ്വലാത്തിന്റെ മഹബ്ബത്ത്, അല്ലാഹുവിനോട് മഹബ്ബത്ത് വെച്ച് അവർ ചോദിച്ച ചോദ്യം അല്ലാഹു ഇജാബത്ത് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ ഭർത്താവ് ഈ ലത്തീഫക്കാവ് വിളിച്ച് അന്വേഷിച്ച് എന്താണ് സംഭവം. അദ്ദേഹം, ഉസ്താദേ, മരണത്തിൽ വേദനയുണ്ടെങ്കിലും മരണത്തിന്റെ സാഹചര്യം വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. അവൾ എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് ജന്നത്തുൽ ബഖീഇൽ ഖദീജ ഉമ്മ അടങ്ങുന്നിടത്ത്, കിടക്കുന്നിടത്ത് എനിക്ക് കിടക്കണമെന്ന് അവൾ പറയുമായിരുന്നു. പക്ഷേ ഒരു വേദന എനിക്കുള്ളൂ, അവിടെ 5 കൊല്ലം കൊണ്ട് കബറടക്കമില്ല. അവൾക്ക് മറ്റൊരു സ്ഥലത്താണ് കബറടക്കാൻ കബർ കുഴിക്കുന്നത്. കബർ കുഴിച്ച് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ആ 2 കുഞ്ഞുങ്ങൾ, 6 വയസ്സും 4 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് കരഞ്ഞു പറഞ്ഞു, ഞങ്ങളുടെ ഉമ്മ ജന്നത്തുൽ ബഖീയിൽ കടക്കാൻ കൊതിച്ച ഉമ്മയാണ്. അത് ആഗ്രഹമുണ്ട്, നിങ്ങൾ സാധിച്ചു തരണമെന്ന് ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തു. മാഷാ അല്ലാഹ്. ആ കുഴിച്ചു കൊണ്ടുവന്ന ഖബർ വിട്ട് ജന്നത്തുൽ ബഖീഇൽ അവർക്ക് ജന്നത്തുൽ മുഅല്ലയിൽ, മക്കത്തുള്ള ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ഉമ്മ കിടക്കുന്ന ആ മഖാമിൽ അവർക്ക് ഖബർ കുഴിക്കുകയും ആ പ്രിയപ്പെട്ട സഹോദരിയെ അവളുടെ ആഗ്രഹമനുസരിച്ച് ജന്നത്തുൽ മുഅല്ലയിൽ ഖബറടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഞാനിത് പറഞ്ഞത് ഉമ്മമാരെ, ഭൗതികമാകുന്ന സുഖങ്ങളോ, ഭൗതികമാകുന്ന ആഡംബരങ്ങളോ, ഭൗതികമാകുന്ന എന്തെങ്കിലും മേൽക്കോയ്മയോ കരുതി നമ്മൾ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മൊബൈലിന്റെയും പൈശാചികത്വത്തിൽപ്പെട്ട് ആത്മീയത നഷ്ടപ്പെടുത്തി കളയാതെ സ്വലാത്തിന്റെ വിജയം, അത് ഹറമിന്റെ വിജയം. ആ സഹോദരി അവരുടെ ഭർത്താവിനോട് പറയുമായിരുന്നു, എനിക്ക് മദീനയിൽ പോകാൻ കഴിയുമോ? മദീന എനിക്ക് താങ്ങാൻ കഴിയുമോ? മദീനയിൽ ചെന്നാൽ ഞാൻ ബോധം കെട്ട് വീഴുമോ എന്നൊക്കെ പറയുമായിരുന്നു. മദീനയിൽ പോലും എത്താതെ മുത്തുനബി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് സന്തോഷിപ്പിച്ച് ആ സഹോദരി മരിക്കേണ്ടിടത്ത്, കിടക്കേണ്ടിടത്ത് കിടക്കാൻ അല്ലാഹു അവസരം ഒരുക്കിയെങ്കിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് കാമിലായ ഈമാനിന് വേണ്ടി ദുആഇക്കൂ. ഇതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഒരു കാര്യവും കൂടി, നേരത്തെ അബ്ദുൽ ഹക്കീം ഉസ്താദ് എല്ലാം നല്ല സരളമായി പറഞ്ഞു പ്രസംഗിച്ചു. ഇനി ഒന്നും ചേർത്തി വെക്കേണ്ടതില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത്രയും വലിയ പള്ളിയും അനുഗ്രഹീതമാകുന്ന അതിന്റെ പ്രതിഫലവും പുണ്യവും ഒക്കെ കേൾക്കുമ്പോ പെണ്ണുങ്ങൾക്ക് തോന്നും, പഠിച്ചോനെ ഞങ്ങൾക്കും പള്ളി വേണ്ടേ. അതിനാണ് അബ്ദുൽ ഹക്കീം ഉസ്താദിന്റെ പ്രസംഗത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോ ഫീഹി റിജാൽ, പുരുഷന്മാര് മാത്രം വരുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. അതിന്റെ അർത്ഥം പള്ളി പുരുഷന്മാർക്ക് അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. എന്തുകൊണ്ട്? പൂർണ്ണമായ ത്വഹാറത്ത് ആണുങ്ങൾക്കേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് മെൻസസിന്റെയും
അതുപോലെ തന്നെ പ്രസവത്തിന്റെയും ഒക്കെ അശുദ്ധി കൊണ്ട് അല്ലാഹു തആല അവരെ സൗകര്യം കൊടുത്തവരാണ്. അപ്പൊ അവർക്ക് പള്ളിയിൽ വരുമ്പോ അത് പ്രയാസമുണ്ടാവുകയും പള്ളി അശുദ്ധമാകാനൊക്കെ സാധ്യമാവുകയും ചെയ്തതിനാൽ അല്ലാഹു തആല അവർക്കൊരു ഓഫർ നൽകി. എന്താണ് ഓഫർ? പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഞാൻ തന്നുകൊള്ളാം. അതുകൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ വരാത്തതിന്റെ പേരിൽ ഖേദിക്കണ്ട. ഉമ്മു ഹമൈദിന് സാഇദിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ മദീനയിൽ ചെന്നു. മദീന പള്ളിയിൽ ചെന്നിട്ട് ആരംഭപ്പൂവായ മുത്തുനബിയെ കണ്ടിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക, എനിക്കും മദീന പള്ളിയിൽ നിസ്കരിക്കണം, അങ്ങയുടെ പിറകിൽ എനിക്ക് നിസ്കരിക്കണം, അങ്ങ് ഇമാമാണ്, പ്രവാചകന്റെ പിറകിൽ മദീന പള്ളിയിൽ എനിക്ക് നിസ്കരിക്കണം, എന്റെ കൊതിയാണ്, എന്റെ ആഗ്രഹമാണ്. ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, മോളെ അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഈ, ഒരു പ്രവാചകന്റെ പിറകിൽ നിസ്കരിക്കാനുള്ള കൊതിയാണ് നിന്റെ ആഗ്രഹമെന്ന് എനിക്കറിയാം. പെണ്ണുങ്ങൾ പൊതുവെ ഇബാദത്തുകൾക്ക് കൊതിയുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം ഞാൻ നിന്നോട് പറയട്ടെ, സലാത്തുകി ഫീ ബൈതികി ഖൈറുൽ ലകി ഫീ മസ്ജിദി ഖൗമികി. മോളെ, നിനക്ക് മദീന പള്ളിയിൽ പ്രവാചകന്റെ പിറകിൽ നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്റെ പ്രൈവറ്റ് റൂമിൽ നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും പുണ്യമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആണുങ്ങളെ വീട്ടിൽ നിന്നിറങ്ങി വെയിലും കൊണ്ട് പള്ളി വന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാളും പുണ്യം പെണ്ണുങ്ങളാകുന്ന നിങ്ങൾക്ക് അകത്തളങ്ങളിൽ നിസ്കരിക്കുമ്പോൾ തരാമെന്ന് മഹാനായ മുത്തുനബി തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദിന്റെയും ജമാഅത്ത് പോലത്തെ വിദഅത്തുകാരുടെയും പെണ്ണുങ്ങൾ ചുറ്റും തൂക്കി പിടിച്ച് പരിശുദ്ധ റമദാനിന്റെ പാതിരാത്രിയിൽ പള്ളികൾ പോയി അലങ്കോലപ്പെടുത്തുന്നതിന് പകരം സുന്നത്ത് ജമാഅത്തിന്റെ സഹോദരിമാർ, അല്ലാഹുവിന്റെ പ്രതിഫലം ഇതാണ്. നബി തങ്ങൾ പറഞ്ഞത്, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് പള്ളിയേക്കാൾ ഖൈറ് അവരുടെ വീടാണ്. വീട്ടിൽ നിസ്കരിക്കലാണ് പെണ്ണിന് പുണ്യം എന്ന് പ്രത്യേകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമ്രാന്റെ ഭാര്യ ഹന്ന ബീവി മറിയം ബീവിയെ പ്രസവിക്കും മുമ്പ് നേർച്ചയാക്കിയിരുന്നു, എന്റെ ഗർഭത്തിലുള്ള കുട്ടിയെ ഞാൻ പള്ളിയിലേക്ക് നേർച്ചയാക്കിയിരിക്കുന്നു എന്ന്. പക്ഷെ പ്രസവിച്ചു നോക്കിയപ്പോ പെൺകുട്ടിയായി പോയി. റബ്ബി ഇന്നി വളഅ്തുഹാ ഉൻസാ, പടച്ചോനെ ഞാൻ പെറ്റതൊരു പെണ്ണായി പോയി. പിന്നെ പറയുന്നവർ എന്റെ നേർച്ച വീടാൻ പറ്റൂലല്ലോ, പള്ളിയിലേക്ക് പരിപാലനത്തിന് നേർച്ചയാക്കിയത് ആണാണെങ്കിലല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ, ഇത് പെണ്ണായിപ്പോയി, അതുകൊണ്ട് എന്റെ നേർച്ചയിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു, നേർച്ച വിടാൻ സാധ്യമല്ല. അപ്പൊ പണ്ടേ തന്നെ പെണ്ണുങ്ങൾ അവരുടെ പള്ളി വീടുകളിലാണ് നിസ്കാരവും ഇബാദത്തും നിർവഹിക്കേണ്ടത്. അവർ പുറത്തേക്ക് ഇറങ്ങി അവരുടെ പള്ളിയിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ വന്ന് ഇബാദത്ത് ചെയ്യേണ്ടവരല്ല എന്നുകൂടി കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട്, ഇവിടെ തന്നെ ഞാൻ ആദ്യം വന്നു നോക്കുമ്പോ എല്ലാവരും മദ്രസയ്ക്കകത്തായിരുന്നു പെണ്ണുങ്ങൾ. കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും പുറത്തിറങ്ങി. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ? ഉസ്താദെ, പെരുമഴ, അതിനകത്തൊക്കെ വെള്ളം കെട്ടിയത് കൊണ്ട് അവർ ഇറങ്ങിയതാ, പെട്ടെന്നൊരു മറ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയുള്ള അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് പുറത്തിരിക്കേണ്ട സമയം വരുമ്പോ അവർ ആണുങ്ങളുമായി കാണാത്ത ഹിജാബ് സംവിധാനം ചെയ്യുമെന്ന് ഉസ്താദുമാർക്കറിയും. അവരത് ചെയ്യും, അവരത് ചെയ്തതാണ്. ഇപ്പോഴത്തെ കാലികമാകുന്ന ഒരു മഴയും വെള്ളക്കെട്ടും ഉണ്ടായതുകൊണ്ട് അവർ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഏതായിരുന്നാലും സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളുമായി മുലാഖാത്ത് ചെയ്യാതെ, കണ്ടുമുട്ടാതെ, അവർ അല്ലാഹുവിനെ പേടിച്ച് സുഹൈലായുടെ ചരിത്രം പറഞ്ഞതുപോലെ എനിക്കും ഈമാനോടെ ഹറമിൽ വെച്ച് മരിക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കണം, റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ട് മരിക്കണം എന്ന ചിന്താഗതി വെച്ച് സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഈ പ്രിയപ്പെട്ട ഈ മഹത്തായ മസ്ജിദ് നിർമ്മാണത്തിന് സഹായിച്ച പ്രിയപ്പെട്ട മർഹൂമ അസ്മാ ബീവിയുടെ മകൻ, അവർക്കും അതിനെല്ലാം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട പെരിങ്ങാട് ഉസ്താദ്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിജയിപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഈ നാട് മുഴുവൻ ആത്മീയ ചൈതന്യമുള്ളതാക്കി മാറ്റുമ്പോ അദ്ദേഹത്തിന് അല്ലാഹു തആല 1000 പ്രതിഫലം നൽകും.
ആ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കാനാണ് ആലിമീങ്ങളെല്ലാം ഖിദ്മത്ത് ചെയ്യുന്നത്. റബ്ബ് തആല ഖബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസീക്കും ബിദ്ദുആ എന്റെ വാക്കുകൾ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتقضى به الحوائج وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا محمد صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين واللهديين والخندقين والخيبريين وإلى حضرة خواجة معد الجسري الأجميري قدس الله سره اللذيذ وابنه فخر الدين باب السلواني قدس الله سره اللذيذ وابن ابنه أسام الدين السامباري قدس الله سره اللذيذ وإلى حضرة جدي علي الكتب اللاهدل قدس الله سره اللذيذ وإلى حضرة ممات منا من آبائنا ومن أمهاتنا ومن أزواجنا ومن إخواننا ومن أخواتنا ومن أحبابنا. يا الله يا الله بكراماتهم وبفضائلهم اللهم حسن مرادنا واقض حوائجنا وبلغ آمالنا وبلغ آمالنا وبلغ آمالنا واشف أمراضنا واشف أمراضنا وأمراض من حضروا في هذا المجلس العظيم وأمراض من حضروا في هذا المجلس العظيم وأمراض من أوصانا وأمراض من تعلق بنا. يا شافي الأمراض لا شفاء لنا ولا شفاء لهم إلا شفاءك لا يغادر سقما ولا ألما. يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله يا جبار يا الله. اللهم اجعلنا من محب رسول الله صلى الله عليه وسلم. اللهم اجعلنا من محب رسول الله صلى الله عليه وسلم. اللهم اجعلنا من محب رسول الله صلى الله عليه وسلم. اللهم آتنا شفاعة رسول الله صلى الله عليه وسلم. اللهم آتنا شفاعة رسول الله صلى الله عليه وسلم.
اللهم أرنا وجه حبيبنا صلى الله عليه وسلم اللهم أرنا وجه حبيبنا صلى الله عليه وسلم يا الله يا الله يا لطيف يا الله സാധുക്കളാണ് പാപികളാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ് ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് കള്ള പ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ അസ്ഹാബുൽ ബദറിന്റെ ഹുളൂർ അവിടുത്തെ ഹിമായത്ത് ഹിഫ്ള് നീ ഞങ്ങളിൽ നൽകണം റഹ്മാനേ ഞങ്ങളെ മജ്ലിസുകളിൽ നൽകണം അല്ലാഹ് വേർവാടി ശുഹദാക്കന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനേ അവിടുത്തെ ഹുളൂർ ഞങ്ങളെ മജ്ലിസുകളിൽ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം അല്ലാഹ് ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ് പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാഹ് മാറാത്ത ഊരവേദനകൾ തലവേദനകൾ കൈക്കാൽ കടച്ചിലുകൾ അപസ്മാര രോഗങ്ങൾ അല്ലാഹുവേ നീ ശിഫ നീ നൽകണം റഹ്മാനേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ ഈ മുബാറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനേ അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ് ഞങ്ങളെ രോഗികളാക്കി നീ കടത്തല്ല റഹ്മാനേ ഞങ്ങളെ രോഗികളാക്കി നീ കടത്തല്ല അല്ലാഹ് മക്കളും മരുമക്കളും കുടുംബങ്ങളും വെറുക്കുന്ന രോഗങ്ങൾ തന്നുകൊണ്ട് രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനേ അല്ലാഹുവേ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനേ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് ക്യാൻസറിന്റെ വാർഡിൽ ചെന്ന് നോക്കുമ്പം ധാരാളം ആളുകൾ നീക്കുന്നുണ്ട് അവരുടെ രോഗവിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം കൂട്ടുകാരാ നിങ്ങൾക്കൊന്ന് ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പം അവരെ മറുപടി ഉസ്താദേ എനിക്ക് ഇരിക്കാൻ കഴിയൂല എന്റെ ഇരിക്കുന്ന ഭാഗം മൊത്തം ക്യാൻസർ വന്നുകൊണ്ട് മുറിവായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത് നിന്നുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിന്നുകൊണ്ടാണ് ഞാൻ ബാത്റൂമിൽ പോകുന്നതെന്ന് പറയുന്ന എത്രയോ രോഗികളുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനേ നീ ശിഫ നൽകണം റഹ്മാനേ നീ ശിഫ നൽകണം അല്ലാഹ് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ 41 ഡിഗ്രി ചൂടത്ത് നമ്മളൊക്കെ യഥേഷ്ടം വെള്ളം കുടിക്കുമ്പോൾ ഡയാലിസ് ചെയ്തവർക്ക് 850 മില്ലി വെള്ളം മാത്രമേ ഒരു ദിവസം ശരീരത്തിലെത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് വെള്ളത്തിന് ദാഹിക്കുന്ന എത്ര രോഗികൾ അല്ലാഹ് നീ ശിഫ നൽകണം നീ ശിഫ നൽകണം റഹ്മാനേ നീ ശിഫ നൽകണം അല്ലാഹ് നിന്നെ ഓർത്ത് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ് ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണം അല്ലാഹ് പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണം റഹ്മാനേ ഗർഭിണികളാകുന്ന സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ് വിവാഹങ്ങൾ നിക്കാഹങ്ങൾ കഴിഞ്ഞ് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണം റഹ്മാനേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണം അല്ലാഹ് കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ് മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമിനൊരു അനൗൺസ്മെന്റ് ഉണ്ട് ഈ കടക്കുന്ന ജനാസയുടെ പേരിൽ കടമുണ്ട് ആ കടങ്ങൾ മക്കൾ ഏറ്റെടുത്തിരിക്കുന്നു കുടുംബങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മയ്യത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാൻ
ദുനിയാവിലെ ഏറ്റവും വിഷമുള്ള കാര്യമാണ് കടത്തോടുകൂടെ മരിക്കുക എന്നുള്ളത്. അല്ലാഹുവേ, ധാരാളം കടമുള്ളവർ ഞങ്ങളെ സദസ്സിലുണ്ട്. കടത്തോടുകൂടെ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ല റഹ്മാനെ. കടത്തോടുകൂടെ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ല അല്ലാഹ്. കടത്തോടുകൂടെ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ആൺമക്കളെയോ പെൺമക്കളെയോ വഴി പിഴച്ച് ഓടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, 1-2 ദിവസത്തെ ഫോൺ കോളുകൾ മാറി വന്ന് പിന്നീട് അവരോട് ചാറ്റ് ചെയ്ത് അവരോടുകൂടെ ഓടിപ്പോകുമ്പോൾ നിയമപാലകന്മാരുടെ മുമ്പിലെത്തുമ്പോ 18 വയസ്സ് വരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഉപ്പയുടെ മുഖത്ത് നോക്കി 9 മാസവും 9 ദിവസവും ഗർഭം ചുമന്ന് മരണത്തിന്റെ പകുതി വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ആ ചെക്കന്റെ കൂടെയാ പോകുന്നതെന്ന് പറയുന്ന മക്കളില്ലെന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണം റഹ്മാനെ. ഒടുച്ചാൻ വയറിന് വേണ്ടിയല്ല ഞങ്ങൾ കഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ മക്കൾ കുടുംബത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പലവരും എൻട്രൻസ് എഴുതിയവരുണ്ട്, നീറ്റ് എക്സാമിൽ പങ്കെടുത്തവരുണ്ട്. SSLC-കൾ +2 കഴിഞ്ഞ് റിസൾട്ടുകൾ വന്നവരുണ്ട്. അല്ലാഹുവേ, നിന്നെ ഓർത്ത് ജീവിക്കുന്ന പടച്ചവനെ വിദ്യാഭ്യാസമുള്ള നല്ല മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. എല്ലാ മാസവും ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിൽ വരുന്ന ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ ഇജാബത്തുള്ള മജ്‌ലിസാക്കി ഖിയാമ നാൾ വരെ നീ നിലനിർത്തണം റഹ്മാനെ. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പെരിങ്ങാട് ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അവിടുത്തെ ഉപ്പക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഭാര്യ കുടുംബത്തിൽ ഖൈർ നൽകണം അല്ലാഹ്. ഈ ജമാഅത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. കമ്മിറ്റി അംഗങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഇവിടുത്തെ വളണ്ടിയേഴ്സിന് ബറക്കത്ത് നൽകണം റഹ്മാനെ. ഈ ഒരു മജ്‌ലിസ് സംഘടിപ്പിക്കാൻ വേണ്ടി ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ബഹുവന്യരായ സുൽത്താനുൽ ഉലമയെ കാത്തിരുന്ന പ്രിയപ്പെട്ട പെരിങ്ങാട് ഉസ്താദ് ഉൾപ്പെടെയുള്ള ഈ പ്രദേശക്കാർ അല്ലാഹുവേ, ആ ഒരു നല്ല മുഖം ഇവിടെ ഞങ്ങൾക്ക് എത്തിച്ച് ആ കാലുകുത്താൻ പടച്ചവനെ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അവിടത്തേക്ക് പരിപൂർണ ശിഫ നീ നൽകണം റഹ്മാനെ. 14,000-ഓളം സഖാഫിമാരെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു. 2,500-ഓളം വരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കളെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു. 111-ഓളം സാദാത്ത് ഭവനുകൾ 13 കോടി രൂപയിൽ പണിതീർത്ത് സമർപ്പണം നടത്തി. സുബ്ഹാനല്ലാഹ്, 4,000-ഓളം വരുന്ന പള്ളികൾ നിർമ്മിച്ചു. 1,500-ഓളം വരുന്ന മദ്രസകളും കിണറുകളും കുഴിച്ച് തുല്യതയില്ലാതെ സേവനമനുഷ്ഠിച്ച് 87-ാം വയസ്സിലേക്ക് കാലെടുത്ത് വെച്ച് ഇപ്പോൾ പാകിസ്ഥാനിലും ബുഖാറയിലും അങ്ങനെ മലേഷ്യയിലും ധാരാളം പര്യടനങ്ങൾ നടത്തിയ ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഒരു വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റാഹത്തോടെ എത്താനും സ്വീകരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ ജമാഅത്ത് കമ്മിറ്റിക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി അരികൾ നന്ദിയവർ, മാംസങ്ങൾ നൽകിയവർ, അത് പാകം ചെയ്തവർ, പാക്ക് ചെയ്തവർ, അല്ലാഹ് അത് വിതരണം ചെയ്യുന്ന വളണ്ടിയേഴ്സുകൾ, 1 മിനിറ്റ് പോലും ഈ കസേരയിൽ ഇരിക്കാതെ ഈ മജ്‌ലിസിന് വേണ്ടി ഖിദ്മ ചെയ്ത ധാരാളം ചെറുപ്പക്കാർ നീ ഖൈർ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇവിടുത്തെ മൈക്ക് ഓപ്പറേറ്റർമാർ, മീഡിയ പ്രവർത്തകന്മാർ, ഓൺലൈനിലുള്ള ധാരാളം സഹോദര സഹോദരിമാർ, ഇവിടുത്തെ നിയമപാലകന്മാർ, അമുസ്ലിമീങ്ങളാകുന്ന സഹോദര സഹോദരിമാർ, എല്ലാവരിലും നീ റാഹത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ധാരാളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ വർഷം ഹജ്ജിന് വേണ്ടി പോകുന്നവരുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറകളും ചെയ്ത് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളാക്കിയ മാതാപിതാക്കൾ ഇന്ന് ഞങ്ങളോട് കൂടെയില്ല. നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഈ സദസ്സിന്റെ തുടക്കം മുതൽ വന്ന് ഈ സമയം വരുന്ന ധാരാളം സാദാത്യങ്ങളും
മുസ്ലിമീങ്ങളും ഇടയ്ക്ക് വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഓരോരുത്തരും തിരക്കുകൾ വന്നപ്പോൾ പോയവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകി ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി ഇതുപോലെ സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലും ഞങ്ങൾക്ക് സംഗമിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മഴ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മഴ നൽകണം അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മഴ നൽകണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ